ബേബി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒഡീഷൻ നടക്കുന്നത്. ഹിന്ദിയിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഹിന്ദിയിൽ അറഞ്ചം പുറഞ്ചം ഒഡീഷൻ നടന്നിട്ടുള്ളതാണ്. നാഗിനൊക്കെ ബേബി ഹിന്ദിയിലാണ് എവിക്ഷൻ ഓഡീഷൻ മിക്സായപ്പോൾ ഒഡീഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കും ലോഞ്ചിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ ആദ്യമായിട്ടാണ് ഒഡീഷന് ഫിലിം ഒഡീഷന് അതിൻ്റെ ഉള്ളിലോട്ട് ഒരാൾ പോകുന്നത്. ഒരാളല്ല, ഗസ്റ്റായിട്ട് 1-2 ആളുണ്ട്. അപ്പം അഭിനയിച്ച് തകർക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജിൻഡോയെ ഓൾറെഡി ജോജോ ചേട്ടൻ പൊക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ദർ ഇസ് എ ചാൻസ് അവിടെ ഇപ്പോൾ നിലവിൽ ഉള്ളവരിൽ അഭിനയിക്കാൻ എല്ലാവർക്കും കഴിവുള്ളവരാണ്. ജാസ്മിൻ ആണെങ്കിൽ അർജുൻ ആണെങ്കിൽ ഇപ്പോൾ പരാഗപ്രവേശത്തിൽ അവർ പ്രൂവ് ചെയ്തതാണ് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിനെ തന്നെ അഭിനയിച്ചിട്ട്. അപ്പം ജാസ്മിനോ അർജുനോ അല്ലെങ്കിൽ അഭിഷേകോ നോറയോ ഋഷിയോ ഇതിൽ ആരെയായിരിക്കും ഇവർ ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്യാൻ പോണേന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, മലയാളം ബീബിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ജീതു ജോസഫാണ് കയറിയിരിക്കുന്നത്. നമ്മുടെ ദൃശ്യത്തിലെ 12th മാനിലേക്ക് ഡയറക്ടറായ ജീതു ചേട്ടനാണ് കയറിയിരിക്കുന്നതെന്നാണ് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അപ്പോൾ ഓഡീഷൻ നടക്കുകയാണ്. കാത്തിരുന്ന് കാണാം എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു കണ്ടന്റ്, എങ്ങനെയാണ് അവർ അഭിനയിച്ച് തകർക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ജാസ്മിനിൽ എനിക്ക് നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ളതാണ്. കാരണം സിജോനെയൊക്കെ നല്ല രീതിയിൽ ആൾ ആക്ട് ചെയ്ത് കാണിച്ചു. ടോൺ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ജാസ്മിനെ ഫിലിമിലോട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ പൂർത്തിയായി കിട്ടട്ടെ, നല്ല കാര്യം. ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ, നല്ല കാര്യം. അപ്പോൾ എന്തായാലും ജീതു ജോസഫ് കയറിയെന്നും ഓഡീഷൻ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. അതിലെന്താണ് കണ്ടന്റ്, ആരെയാണ് സെലക്ട് ചെയ്തതെന്നുള്ള വരും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.